ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. സിപിഐ കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കെ രാജു അനുസ്മരണ സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. സിപിഐ കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കെ രാജു അനുസ്മരണം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം സെക്രട്ടറി കെ ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ത്യാഗങ്ങളൊന്നും സഹിക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ആ ത്യാഗത്തിന്റെ അടിത്തറയിൽ പണിതുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് കേവലമായ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല അന്ന്. നാട്ടിലെ വിഷയങ്ങളിൽ ഇടപെട്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി രംഗത്ത് വരുന്നവൻ ആരോ അവനെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് മുന്നിട്ടത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ ദാസ് ക്യാപിറ്റലൊക്കെ വായിച്ചിട്ടില്ല ആരും കമ്മ്യൂണിസ്റ്റായിരുന്നു. തന്റെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവനെ ജനം വിളിച്ച പേരാണ് കമ്മ്യൂണിസ്റ്റ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തെരുവിലെവിടെയെങ്കിലും വെച്ച് ആക്രമിക്കപ്പെട്ടാൽ നീ എന്തിനാണ് ആക്രമിക്കുന്നതെന്ന് ഒരു കോൺഗ്രസുകാരൻ ചോദിച്ചാൽ നാളെ നിൽക്കുന്ന ജനങ്ങൾ ചോദിക്കും, അവനാണ് കമ്മ്യൂണിസ്റ്റാണോ? എന്താണ് ചോദിക്കാനുള്ള കാരണം എന്ന് ചിന്തിക്കുമ്പോഴാണ് കെ സത്യൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി ഷബീബ്, AITC സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു പഴയ ഒരു പാവപ്പെട്ട ഒരു സഭാവ്. എങ്ങനെ ഞാൻ ആ സഭാവിനെ കുറിച്ച് പറയേണ്ടതെന്ന് ഈ കുമ്പളങ്ങിയിൽ ഒന്നിനോട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ തന്റെ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനോട് യോജിപ്പിച്ചുകൊണ്ട് ആ നിലപാടുകൾ പാർട്ടി കമ്മിറ്റികളിലും പ്രവർത്തനങ്ങളിലും കൃത്യമായി അതാരാണെങ്കിലും അവരോടും മുഖം നോക്കാതെ തുറന്നു പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സഖാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.